ഒരു വനപാലകനാണ്, അസിസ്റ്റന്റ് കൺസർവേറ്ററാണ്, ഫോറസ്റ്റ് കൺസർവേറ്ററാണ് ഇദ്ദേഹം. അദ്ദേഹം ജീവിതത്തിലെ അനുഭവങ്ങളിലൂടെയാണ് ഈ നോവൽ എഴുതിയിരിക്കുന്നത്. ജയപ്രകാശിന്റെ നേരിട്ടുള്ള അനുഭവം ആയിക്കൊള്ളുന്നില്ല. 10ാം തരം തോറ്റ് ജോലിയില്ലാതെ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരൻ അച്ഛൻ്റെ കൂടെ ജോലി സ്ഥലത്തേക്ക് വരുന്നതാണ് ഈ നോവൽ തുടങ്ങുന്നത്. അങ്ങനെയാണ്. വളരെ ക്ലേശകരമായൊരു യാത്രയാണ്. കല്ലും മുള്ളും ചവിട്ടി കാട്ടിലേക്കുള്ള യാത്രയാണ്. വായിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഈ യാത്ര തുടങ്ങും. അതാണ് ഈ ചെറുപ്പക്കാരൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മൾ ഈ കാട് കാണും, വഴികൾ താണ്ടും. അങ്ങനെ അച്ഛൻ്റെ ജോലി സ്ഥലത്തേക്ക് ഒരു നല്ല ജോലി കിട്ടുമെന്ന് പ്രതീക്ഷിച്ചു വരുമ്പോഴാണ് അത് വളരെ പതുക്കെയാണ് റിവീൽ ചെയ്യുന്നത്. അച്ഛനും കൂട്ടുകാരൻ തങ്കച്ചനും ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊടുങ്കാട്ടിനകത്ത് കഞ്ചാവ് കൃഷിയാണ്. ഒരു സാമൂഹ്യ വിരുദ്ധ പ്രശ്നത്തെയാണ് ഒരു ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്റർ ചൂണ്ടിക്കാണിക്കുന്നത്. വനപാലകനായതുകൊണ്ട് ഇത്തരം അനവധി സാമൂഹ്യ വിരുദ്ധ ശക്തികളെ നിരന്തരം മുഖാമുഖം കാണേണ്ടി വരുന്നവരാണ് DFOയും കൺസർവേറ്ററും അസിസ്റ്റന്റ് കൺസർവേറ്റർമാരും ഫോറസ്റ്റിൽ ജോലി ചെയ്യുന്ന ഈ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ. പലപ്പോഴും അവർ നിസ്സഹായരായി പോകാറുണ്ടെങ്കിലും വളരെ നിശ്ചയദാർഢ്യത്തോടു കൂടി ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഇത്രയേറെ വലിയ സംഘടിതമായ വനംകൊള്ള സംഘം ഉണ്ടായിട്ടും നമ്മുടെ വനങ്ങളെ സംരക്ഷിക്കാനുള്ളത് വളരെ കുറച്ച് വനപാലകരാണ്. അതാണ് വേറൊരു സംഗതി. വനംകൊള്ളക്കാരുടെയും വനപാലകരുടെയും എണ്ണം കണക്കൂട്ടിയാൽ എങ്ങനെയായാലും വനംകൊള്ളക്കാരുടെ എണ്ണമായിരിക്കും കൂടുതൽ നൽകുന്നത്. പല നിലയ്ക്കുള്ള വനംകൊള്ളക്കാർ. അപ്പം അവരോട് കായികമായി ഏറ്റുമുട്ടാൻ സാധിക്കില്ല. പക്ഷേ കാടിനോട്, പ്രകൃതിയോട് ഉള്ള പ്രതിബദ്ധതയാണ് ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ. വിദ്യാലയങ്ങളിൽ, കലാലയങ്ങളിൽ കുട്ടികൾക്ക് വനവൽക്കരണത്തെക്കുറിച്ചും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ചുമുള്ള ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി എന്നെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് വരികയായിരുന്നു. എന്നാൽ MS കോളേജിലാണ് ഞാൻ അതിലേക്ക് വന്നത്. ഇവരുടെ നിരന്തര ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ. വെറുതെ കാട് സംരക്ഷിച്ചാൽ പോരാ, കാടിന് പുറത്തുള്ളവരെ കാടിനെ കുറിച്ച് പറഞ്ഞ് ബോധവൽക്കരിക്കണം. ഇങ്ങനെ വലിയൊരു ജോലിയാണ് കേരളത്തിലെ വനപാലക സമൂഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് സർഗാത്മകത ഉണ്ടെങ്കിൽ എന്തൊക്കെ പുറത്തേക്ക് വരും എന്നുള്ളതാണ് ഇപ്പോൾ ജയപ്രകാശിന്റെ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും. ജയപ്രകാശിന്റെ ഈ ഡിസിപ്ലിൻ വിട്ടിട്ടൊന്നും എഴുതിയിട്ടില്ല. നല്ല കൃത്യമായ ഡിസിപ്ലിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് എഴുതിയിട്ടുള്ളൂ. പലതും എഴുതാൻ ഉണ്ടാവും. അത് മുഴുവൻ ജയപ്രകാശ് എഴുതിയിട്ടില്ല എന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ കാട്ടിനകത്ത് നടക്കുന്ന കാട്ടുകൊള്ളകൾ എത്രയാണ്. തന്നെ ഈ മയക്കുമരുന്നിന് അകപ്പെട്ടു പോകുന്ന അതിലെ വിനയൻ എന്ന കഥാപാത്രം, അയാൾ കഞ്ചാവ് ഒലിച്ച് സുഖ ആസ്വാദന അവസ്ഥയിലാണ് ഉമ്മ മരിച്ചതറിഞ്ഞിട്ട് ആ പുക ഉണ്ടാക്കിയ അനുഭൂതി